നീലക്കുറിഞ്ഞുകൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണതുളസി കതിരുമായി നിന്നെ ഞാൻ. നീ ഇത് കാണാതെ പോകുകയോ, നീ ഇത് ചൂടാതെ പോകുകയോ? ഗുഡ് ഈവനിങ്, വെൽക്കം ടു ലവ് ബൈറ്റ്സ്. പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരമായത്. അവിടെ കൂടെ ആരാ? എല്ലാ ദിവസത്തെയും പോലെ കൂടെ ഞാനാണ്, റീനു. നീലക്കുറിഞ്ഞുകൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ച് ഒരു കൃഷ്ണ തുളസി കതിരുമായിട്ട് ഞാൻ നിന്നു എന്നൊക്കെ. ഈ തുളസി കതിരെന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണെന്നറിയോ? പണ്ടത്തെ കുറേ പ്രണയ സങ്കല്പങ്ങൾ പലരും പറഞ്ഞിരിക്കുന്നതാണ്. അതായത് തുളസി കതിരൊക്കെ ചൂടി കുളിപ്പിനിലൊക്കെ പിന്നീട്ട് ഉള്ള മുടിയുള്ള ഒരു സുന്ദരിക്കുട്ടി അല്ലേ, നാട്ടിൻപുറത്തുകാരി ഒരു പെൺകുട്ടി. അങ്ങനത്തെ പ്രണയ സങ്കല്പങ്ങൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നു, നമ്മുടെ പ്രണയ സങ്കല്പങ്ങൾ ആകെപ്പാടെ മാറിപ്പോയി. പ്രണയത്തെക്കുറിച്ച്, പ്രണയത്തിൻ്റെ രീതികളെക്കുറിച്ച് നമ്മുടെ ചിന്തകളെല്ലാം മാറിയല്ലേ. പ്രണയത്തെക്കുറിച്ചായപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 1 മണി വരെ റീനുവിൻ്റെ കൂടെ ആയിരിക്കണം. കാരണം ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Many are the stars I see, but in my eyes no star like thee. വെൽക്കം ബാക്ക് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക്. വെൽക്കം ബാക്ക്, കൂടെ റീനു. ഒരുപാട് നക്ഷത്രങ്ങളുണ്ടെന്ന് ഇല്ലേ, ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ എൻ്റെ കണ്ണിൽ ഒരേ ഒരു നക്ഷത്രമേ ഉള്ളൂ, നീ മാത്രമെന്ന്. ഒരാളുടെ കണ്ണിലെ നക്ഷത്രമാവാൻ കഴിയുക അതെത്ര മനോഹരമാണെന്നറിയാവോ? അയാൾ കണ്ണടച്ചാലും തുറന്നാലും ഞാനെന്ന നക്ഷത്രത്തെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അതെന്തൊരു സന്തോഷമാണെന്നറിയോ, അതെന്തൊരു ഭാഗ്യമാണെന്നറിയോ? നമ്മളൊക്കെ ഇങ്ങനത്തെ പ്രണയം വേണമെന്നൊക്കെ ആഗ്രഹിക്കുമെങ്കിലും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരമൊരു പ്രണയം പറച്ചിലല്ലേ ഉണ്ടാവാറൂ, പൂർണ്ണമായിട്ടും കിട്ടാറില്ല അല്ലേ. ഫേസ്ബുക്കിലെ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ പോവുക, ലോഗിൻ ചെയ്യണം അവിടെ കേട്ടോ. എന്നിട്ട് അവിടെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവിടെ കമൻറ്റ് ചെയ്യണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫ് എമ്മിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ് എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. I loved you yesterday, I love you today, I always have, I always will എന്ന് സനു മനോജിന് അയച്ചിട്ടുണ്ട്. അയ്യടാ, ഇത് എവിടെ നിന്നോ ചൂണ്ടിയ ഒരു വേർഡല്ല, ആ സെൻറ്റൻസസ് ചൂണ്ടിയതാണെന്ന് എനിക്കറിയാം. അങ്ങനെ വല്ലവരുടെയൊക്കെ എന്തിനാ അയക്കുന്നത്? സ്വന്തമായിട്ട് എഴുതുണ്ടാക്കിക്കൂടെ? എൻ്റെ സുന്ദരിക്കുട്ടി, നിന്നെ ഞാൻ പ്രണയിക്കുന്നു, എൻ്റെ ഏട്ടനില്ലാതെ എനിക്ക് വയ്യ, എനിക്ക് മിസ് ചെയ്യുന്നു എന്നൊക്കെ ഇത് എത്ര പേര് അങ്ങനെയൊക്കെ അയച്ചു തന്നിരിക്കുന്നത്. റൂബിൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, ഒരുപാട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ മണ്ടി പെണ്ണിനത് മനസ്സിലാവുന്നില്ല. അവളെന്ന് വെച്ചാൽ എനിക്ക് ജീവൻ അറിയണു, പക്ഷെ അവളതൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നേ. പിന്നെ മിനി പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്രതീക്ഷ ഏട്ടനെ, പക്ഷേ ഏട്ടൻ എന്നെ മനസ്സിലാവുന്നില്ല, എന്താണെന്നറിയില്ല, എപ്പോഴും വഴക്കം എൻ്റെ അടുത്തെന്നൊക്കെ. മിനി സാരില്ല, കുറച്ച് വഴക്കൊക്കെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവില്ലേ, ക്ഷമിച്ച് കളാന്നേ. ഇതുപോലെ നിങ്ങൾക്ക് ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് മെസ്സേജ് അയക്കാം. നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫ് എമ്മിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒരു ചെറിയ വേദന എനിക്ക് പറയാനുണ്ട് റീനു എന്ന് ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു നീണ്ട മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ നീണ്ട മെസ്സേജിന് ഒരു മെയിലായിട്ട് ഇങ്ങോട്ട് അയച്ചാൽ പോരായിരുന്നോ? പോട്ടെ, ഇന്നിപ്പോൾ ഞാൻ ഈ മെസ്സേജ് വായിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സിനിമയുടെ കാര്യം പറയാനല്ലേ. ഞാൻ കണ്ടൊരു സിനിമ, അതിന് മുന്നേ മെസ്സേജ് പറയാം. ഞാനൊരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി പ്രണയിച്ചു, ഒത്തിരി. എൻ്റെ ജീവനേക്കാളേറെ അവളെയാണ് സ്നേഹിച്ചത്. എൻ്റെ അച്ഛനെയും അമ്മയും അനിയത്തിയും എല്ലാം അവൾക്ക് വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറായിരുന്നു. ആദ്യമേ തൊട്ട് ഞാൻ അവളോട് പറഞ്ഞിരുന്നു, അവളെൻ്റെ പിന്നാലെ വന്നപ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്ന് എന്നെ കല്യാണം കഴിക്കണം, എനിക്കൊരു തമാശ പ്രേമമൊന്നും പറ്റത്തില്ല എന്ന്. അങ്ങനെ അവളെൻ്റെ പിന്നാലെ വന്നു. അവസാനം ഞാനും പ്രണയിച്ചു. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടിൽ സമ്മതിക്കത്തില്ല ഈ പ്രണയത്തിനെന്നും പറഞ്ഞ് ഒരു ദിവസം ഒറ്റയടിക്ക് അവൾ എന്നെ വിട്ടിട്ടങ്ങ് പോയി. ഒരുപാട് വേദനയുണ്ട് റീനു അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. പ്രണയിക്കുന്ന എല്ലാവരോടും പറയണം, ആത്മാർത്ഥമായിട്ടേ പ്രണയിക്കാവൂ, പറ്റിക്കാൻ വേണ്ടി പ്രണയിക്കരുത് എന്ന് ജോജു വായിച്ചിട്ടുണ്ട് കേട്ടോ. ശരിയാ, പക്ഷെ തിങ്ക് ചെയ്യാറില്ല ആരും ഇത്രയൊക്കെ അല്ലേ. ചിലരെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ പ്രണയിക്കും. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്ക് മെയിൽസ് അയക്കാം, മെസ്സേജസ് അയക്കാം. മെയിൽ ID ഇപ്പോൾ പറഞ്ഞ് തരത്തില്ല, മെസ്സേജിൻ്റെ നമ്പറും ഫോമാറ്റും തരാം. 567678 ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു വിത്ത് ടൺ കണക്കിന് റൊമാൻസ്.